ഹായ് ഹലോ ഗായ്സ്, ഓണമായിട്ട് എന്തായാലും തിരുവനന്തപുരം നഗരത്തിലെ ഓണക്കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ 4-ാം ഓണത്തിൻ്റെ അന്ന് ഞായറാഴ്ചയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഓണക്കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. നമ്മുടെ സിറ്റിയുടെ പല ഭാഗത്തായിട്ട് വളരെ വർണ്ണാഭമായിട്ടുള്ള ലൈറ്റുകളും പരിപാടികളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇവിടെ ഈ തിരക്ക് കാണുമ്പോൾ അറിയാം ഇവിടെ എന്തുമാത്രം ആളുകളാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പം ഞാനുള്ളത് പാളയത്ത് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്താണ്. കാരണം ഇവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിന്ന് കാണാനുള്ളത്. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇത്രയും വലിയൊരു ഡ്രോൺ ഷോ നടക്കാൻ പോകുന്നത്. ഒരുപാട് പേര് ഇത് കാണാൻ വേണ്ടി പല സ്ഥലത്തുനിന്നും വന്നിട്ടുണ്ട്. പലയിടത്തും കാണാൻ കിട്ടാത്ത ഒരു കാഴ്ചയാണ് ഇന്നിവിടെ എല്ലാവരും കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കറക്റ്റ് പാളയത്താണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഇതുപോലെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്മൃതി മണ്ഡപത്തിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഇവിടെയാണ് ആ ഡ്രോൺ ഷോ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ കഴിയുക. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചാനുഭവം തന്നെയായിരുന്നു. സാധാരണ വിദേശത്തൊക്കെയാണ് ഇങ്ങനത്തെ ഷോയെ പറ്റിയൊക്കെ കേട്ടിട്ടുള്ളത്. അത് നമ്മുടെ തിരുവനന്തപുരത്ത്, നമ്മുടെ കേരളത്തിൽ ഇത്രയും വലിയൊരു ഡ്രോൺ ഷോ ആദ്യമായിട്ട് നടത്തുകയാണ്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു ഇത് നേരിട്ട് കാണാനായിട്ട്. നമ്മുടെ ഫോണിലും വീഡിയോയിലൊന്നും കാണുമ്പോൾ ഇത്രയും ഭംഗി നമുക്ക് തിരിച്ചറിയില്ല. നേരിട്ട് കാണുമ്പോൾ തന്നെയാണ് ആ ഒരു ഭംഗി ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആകാശത്ത് മഹാബലിയുടെ ഒരു വലിയ രൂപമാണ് തെളിഞ്ഞിട്ടുള്ളത്. ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. എല്ലാവരും അതിൻ്റെ സന്തോഷത്തിലായിരുന്നു. ഓണത്തിൻ്റെ ഒരു ഭയങ്കര ഒരു വൈബ് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഫീൽ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇത്രയും ആളുകൾ പല സ്ഥലത്തുനിന്ന് വന്നിട്ടുള്ളത് ഈ ഒരു 15 മിനിറ്റ് ഈ ഒരു കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ്. അരമണിക്കൂർ മുമ്പ് തന്നെ എല്ലാവരും വന്ന് ഇവിടെ ഈ സ്ഥാനങ്ങളിൽ ഇരിക്കാൻ തുടങ്ങിയതായിരുന്നു. ഒരുപാട് നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കാഴ്ച നമുക്ക് ഇത്ര അടുത്ത് നിന്ന് കാണാൻ പറ്റിയത്. സിറ്റിയിൽ പല ഭാഗത്തു നിന്നും നമുക്ക് ഈ കാഴ്ച കാണാൻ പറ്റുമായിരുന്നു. ഏകദേശം 4 കിലോമീറ്റർ ചുറ്റളവിൽ ഈ ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. എൻ്റെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്നും എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ ലൈറ്റ് ഷോ വളരെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. അപ്പോൾ ഇതെൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് പാളയത്ത് നേരിട്ട് വന്നതുകൊണ്ട് തന്നെ ഇതെല്ലാം വളരെ നന്നായിട്ട് കാണാൻ പറ്റി. അടുത്തുള്ള യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്നാണ് ഈ ഡ്രോൺസ് എല്ലാം പറന്നു വന്നത്. അപ്പോൾ അത് കാണാനൊരു പ്രത്യേക ഭംഗിയായിരുന്നു. കേരളത്തിൻ്റെ തനതായിട്ടുള്ള പല രൂപങ്ങളുമാണ് നമ്മുടെ ആകാശത്ത് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത്. ഒരു വളരെ ഭംഗിയുള്ള കഥകളി രൂപമാണ് നമ്മളിപ്പോൾ കണ്ടത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തുകാരുടെ അഭിമാനമായിട്ടുള്ള വിഴിഞ്ഞം തുറമുഖം പദ്ധതിയുടെ രൂപവും കൊല്ലത്തുള്ള ജഡായിപ്പാറയുടെ രൂപവും എല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ രൂപവും ഈ ഡ്രോൺ ഷോയിൽ കാണാൻ കഴിഞ്ഞു. അവസാനമായിട്ട് കേരള ടൂറിസത്തിൻ്റെ എംബ്ലമായിട്ടുള്ള കേരള ഗോഡ്സ് ഓൺ കൺട്രി ദി റിയൽ സ്റ്റോറി എന്ന് എഴുതിയിട്ടുള്ള ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് വളരെ ഭംഗിയായിരുന്നു. എല്ലാവരും കയ്യടിയോടുകൂടിയാണ് ഈ ഒരു ഡ്രോൺ ഷോ അവസാനിപ്പിച്ചത്. അപ്പോൾ ഇതിനെല്ലാം ശേഷം ഈ ഡ്രോൺസ് എല്ലാം പറന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ തന്നെയാണ് തിരിച്ചു പോയത്. അപ്പോൾ അത് കാണാനൊരു പ്രത്യേക ഭംഗിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരക്കുള്ള ഭാഗത്തൂടെ തന്നെ തിരിച്ച് നമ്മൾ പോയത്. അപ്പോൾ വളരെ ആവേശത്തോടെ എല്ലാവരും കണ്ടു തീർത്ത ഒരു ഷോ തന്നെയായിരുന്നു ഇത്. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗമായിട്ടുള്ള പാളയത്ത് നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇതിനൊക്കെ ശേഷം ഈ തിരക്കിലൊന്നും പെടാതെ നമ്മൾ മുന്നോട്ട് നടക്കുകയായിരുന്നു. നമ്മളിന്ന് പതിവിലും വ്യത്യസ്തമായിട്ട് ഞാനിന്ന് ആകാശത്ത് നോക്കിയപ്പോൾ നമ്മുടെ ചന്ദ്രൻ നല്ലപോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. ഇന്ന് ചന്ദ്രഗ്രഹണമുള്ള ദിവസം കൂടിയായിരുന്നു കേട്ടോ. എനിക്കത് അറിയില്ലായിരുന്നു. എന്തായാലും അത് നമ്മുടെ ക്യാമറയിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പം തിരക്കിലൊന്നും പെടാതെ ചേട്ടൻ എന്നെ വലിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ റോഡിൽ കൂടെ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ മ്യൂസിയത്തിൻ്റെ അടുത്ത് എത്താറായി. അപ്പോൾ തിരുവനന്തപുരം കനകക്കുന്നിലുള്ള കാഴ്ചകളാണ് മെയിനായിട്ട് എല്ലാവരും കാണാൻ എല്ലാ വർഷവും ആഗ്രഹിക്കുന്ന ലൈറ്റ് ഷോ ഒക്കെ നടക്കുന്നത്. അവിടുത്തെ കാഴ്ചകൾ കാണാനാണ് ഈ തിരക്ക് കൂട്ടി എല്ലാവരും അങ്ങോട്ടും പോകുന്നത്. എല്ലാ വർഷവും ഓണത്തിനും ക്രിസ്മസിനും എല്ലാം അവിടെയാണ് മെയിനായിട്ടുള്ള കാഴ്ചകളെല്ലാം ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിൻ്റെ മുന്നിലാണ്. ഈ ബിൽഡിങ്ങും വളരെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ വർണ്ണാഭമായിട്ടുള്ള ലൈറ്റുകളൊക്കെ കൊണ്ടാണ് അലങ്കരിച്ചിട്ടുള്ളത്. വേറെ പല ബിൽഡിങ്ങിലും കാണാത്ത രീതിയിലുള്ള ഡെക്കറേഷനാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത്, കടലയിട്ടിട്ടുള്ള ഒരു മസാല. അത് ഞാൻ എല്ലാ വർഷവും ഇവിടെ വരുമ്പോൾ വാങ്ങി കഴിക്കാറുള്ളതാണ്. ഇവിടെ ഒരുപാട് കച്ചവടക്കാരൊക്കെ പല ഭാഗത്തായിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട്. പലരും കേരളത്തിന് പുറത്തു നിന്ന് വന്നിട്ടുള്ള കച്ചവടക്കാരാണ്. അപ്പോൾ ഓണം സീസണിൽ മാത്രം വരുന്നവരാണ്. അപ്പോൾ ഞാൻ ഈ ലൈറ്റെല്ലാം കണ്ടു കിടന്നപ്പം ക്രിസ്മസിന് ബാക്കി വന്ന കുറേ ലൈറ്റുകളും അവിടെ ഇട്ടിട്ടുള്ളത് കണ്ട്, സ്റ്റാറും അങ്ങനത്തെ കുറേ ലൈറ്റുകളൊക്കെ കണ്ടു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പബ്ലിക് ഓഫീസിൻ്റെ മുന്നിലാണ്. ഇവിടെയും ഈ ബിൽഡിങ്ങും ഒക്കെ നല്ലപോലെ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം റോഡിൽ എന്തുമാത്രം തിരക്കുകളുണ്ടെന്ന്. വാഹനങ്ങളും എല്ലാം കൊണ്ട് നിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചേട്ടൻ എന്നെ ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്നെ വ്ളോഗ് ചെയ്യാനൊന്നും സമ്മതിക്കുന്നില്ല. വീഡിയോ എടുത്ത് വന്ന സമയം ഒരുപാടാകുമെന്നാണ് പറയുന്നത്. ഇപ്പം തന്നെ ഏകദേശം 9:30 മണിയായിട്ടുണ്ട് രാത്രി.
നമ്മൾ സാധാരണ ഇത്രയും ലേറ്റായിട്ട് ഇവിടെ വരാറില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ഓണത്തിന് ഇത്രയും ലേറ്റായിട്ട് ഇവിടെ ഈ കാഴ്ചകളൊക്കെ കാണാൻ ഇറങ്ങിയിട്ടുള്ളത്. നമ്മളിപ്പോൾ മ്യൂസിയത്തിൻ്റെ മുന്നിലാണുള്ളത്. പതിവ് പോലെ മ്യൂസിയത്തിൽ ലൈറ്റൊന്നും അധികം ഇട്ടിട്ടില്ല, കാരണം മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കാഴ്ചകളൊന്നും അധികം വച്ചിട്ടില്ല എന്ന് തോന്നുന്നു. സാധാരണ ഓണത്തിന് ഒരുപാട് പ്രോഗ്രാംസ് പലയിടത്തായിട്ട് നടക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ അങ്ങനെ പരിപാടികൾ കുറവായിരുന്നു. പാട്ട് പരിപാടികളും ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. ഒന്ന് ഇവിടെ പബ്ലിക് ഓഫീസിൻ്റെ അകത്ത് ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു. സാധാരണ പണ്ട് അമ്മയൊക്കെ ഉള്ള സമയത്തൊക്കെ നമ്മൾ ഫാമിലിയായിട്ട് അവിടെ പോയിരുന്നു ഗാനമേളയൊക്കെ കേൾക്കാറുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ അവന് നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ടൊന്നും പോയില്ല. മാത്രമല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തെ പ്രോഗ്രാംസ് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇന്ന് നമ്മുടെ കനകക്കുന്നിൽ നിശാഗന്ധി ഓഡിറ്റോറിയത്തിലും പ്രോഗ്രാംസൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ 4-ാം ഓണത്തിൻ്റെ അന്നാണെങ്കിലും അത്യാവശ്യം പ്രോഗ്രാമുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കാണാനുള്ള സമയം ഇപ്പം ഇല്ല. എല്ലാം സമയം അതിക്രമിച്ചുകൊണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ചേട്ടൻ എന്നെ ഇങ്ങനെ പുറകെ നിന്ന് വലിച്ച് ഉന്തി കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ ഈ തിരക്കിനിടയിൽ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്നും മിസ്സാവരുതല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ പതുക്കെ ആയാലും നമ്മൾ നടന്ന് ഈ കനകക്കുന്നിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. വളരെ ഡെക്കറേറ്റീവായിട്ട് തന്നെ ഇവിടെ എല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. സാധാരണ ഉള്ളതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള അലങ്കാര പണികൾ തന്നെയാണ് ഇത്തവണ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ എനിക്ക് ഇത്തവണത്തെ ഒരു പ്രത്യേകതയായിട്ട് തോന്നി, ഇത്തവണ അവിടെ വലിയ പ്രോഗ്രാംസ് ഒന്നും നടത്താത്തത് കൊണ്ട് തന്നെ അങ്ങനെ ടിക്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ സാധാരണ ഇതിൻ്റെ അകത്ത് ഷോസ്, ലൈറ്റ് ഷോ, ഫ്ലവർ ഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞ് നടത്താറുണ്ട്. അപ്പോൾ അവർക്ക് ടിക്കറ്റ് എടുത്തിട്ടാണ് നമുക്ക് അകത്തേക്ക് പ്രവേശനമുള്ളൂ. ഇത്തവണ എല്ലാവർക്കും സൗജന്യമായിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ആ ഉള്ളിൽ വളരെ വ്യത്യസ്തമായിട്ട് നല്ല ലൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. ഇപ്പോൾ ഈ തിരക്കിനിടയിലും രാത്രിയായിട്ടും ഇവിടെ തിരക്ക് കുറയുന്നില്ല. തിരുവനന്തപുരത്തുള്ള പല ഭാഗത്തു നിന്ന് വന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ സിറ്റിയിലുള്ളവരും അല്ലാത്തവരും എല്ലാം ഉണ്ട്. അപ്പോൾ ഞാനും ചേട്ടനും കൂടെ ഇന്ന് രാത്രി മുഴുവൻ ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് വന്നത്. എല്ലാ വർഷവും ഓണത്തിന് നമ്മൾ മിസ് ചെയ്യാത്തൊരു സ്ഥലം തന്നെയാണ് കനകക്കുന്ന് എന്ന് പറയുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ കാണാനാണ് എല്ലാവർക്കും താല്പര്യം. അതുകൊണ്ട് തന്നെയാണ് ഇവിടത്തേക്ക് വേണ്ടി എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ലൈറ്റുകളൊക്കെ കണ്ടു. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ലൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു ഈ ഒരു വിളക്ക് പോലത്തെ ലൈറ്റ്. അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, എങ്കിലും ഭയങ്കര ഭംഗിയുള്ള കാഴ്ച തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് നിശാഗന്ധിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് പോയപ്പോൾ ചെറിയ ഗെയിംസൊക്കെ നടക്കുന്ന ഒരു ഭാഗം കണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ അവിടെ നിന്ന് ഗെയിംസൊക്കെ പല ഭാഗത്തായിട്ട് നടത്തുന്നുണ്ട്. അവിടെയെല്ലാം തോരണങ്ങളൊക്കെ പോലെയൊക്കെ കുറേ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഭാഗത്തോട്ടൊന്നും എനിക്ക് നടക്കാൻ പറ്റിയില്ല, അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ കനകക്കുന്ന് പാലസിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു ചെറിയ വീട് പോലെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, പഴയ തറവാട് പോലെ. ഞാൻ ആദ്യം വിചാരിച്ചു ഇവിടെ ഇങ്ങനെ ഒരു തറവാട് മുമ്പ് കണ്ടിട്ടില്ലല്ലോ, ഈ ബിൽഡിംഗ് എവിടെ നിന്ന് വന്നു. പിന്നെയാണ് മനസ്സിലായത് ഓണത്തിന് വേണ്ടി സെറ്റ് ഇട്ടേക്കുകയായിരുന്നു. ശരിക്കും കണ്ട ഒരു റിയൽ ആയിട്ടുള്ളൊരു വീട് പോലെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ മുന്നിലൊരു ഊഞ്ഞാലൊക്കെ കെട്ടി നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൊരു ഒറിജിനൽ വീടിൻ്റെ ഒരു സെറ്റാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഓണത്തിനൊക്കെ നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ നടത്താനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ആ ഒരു പഴയ വീടിൻ്റെ ലുക്കൊക്കെ കിട്ടാൻ അവിടെ പറ്റി. അവിടെ നിന്ന് പിന്നെ നമ്മൾ താഴേക്ക് പോയപ്പം കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരുപാട് പ്ലേ ഏരിയയും അതുപോലെ തന്നെ ഫുഡ് സ്പോട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. പല വെറൈറ്റി ഫുഡുകൾ വിൽക്കുന്ന കടകൾ, അതുപോലെ തന്നെ ബുക്ക് സ്റ്റാളുകൾ, പല വെറൈറ്റി സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളെല്ലാം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മുടെ എക്സിബിഷൻസിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പല സംഭവങ്ങൾ അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് കേൾപ്പാം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് ഇഷ്ടപ്പെട്ടത്. കേരള ഗവൺമെൻറ്റിൻ്റെ പ്രോഡക്റ്റാണ്. ഇപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലേവേഴ്സ് ആയിരുന്നു. 10 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഒരു മിൽക്ക് ഷേക്ക് കട കണ്ടു. കുറേ 2 ഫ്ലേവറിലുള്ള പിസ്ത ഷേക്കും അതുപോലെ തന്നെ ഈ മൊഹബത്ത് കാ സർബത്ത് എന്ന് പറയുന്ന മിൽക്ക് ഷേക്കും ഉണ്ടായിരുന്നു. ഇത് ഞാൻ കുടിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ഷേക്കായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു വ്യത്യസ്ത രുചി തന്നെയായിരുന്നു. അങ്ങനെ ആ ഒരു മിൽക്ക് ഷേക്ക് വാങ്ങിച്ച് നമ്മളവിടുത്തെ മുന്നോട്ട് പോയപ്പോൾ അവിടെ കുറേ പേരിങ്ങനെ പലതരം വെറൈറ്റി പെറ്റ്സിനെയൊക്കെ കയ്യിൽ വെച്ചേക്കുന്നു. അതിൽ ഈ ഒരു വൈറ്റ് സ്നേക്കായിരുന്നു എല്ലാവരുടെയും ഒരു അട്രാക്ഷൻ. എല്ലാവരും അതിൽ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പേടിയായിരുന്നു, പക്ഷേ എൻ്റെ ചേട്ടന് ഇതിൻ്റെയൊക്കെ എടുത്ത് വെച്ച് ഫോട്ടോയൊക്കെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. അപ്പോൾ എന്തായാലും നമ്മളതിനെയൊക്കെ തൊട്ട് മുന്നോട്ട് പോവുകയായിരുന്നു അടുത്ത കാഴ്ചകളൊക്കെ കാണാനായിട്ട്. നല്ല രസമായിരുന്നു ഈ അണ്ണാൻ കുഞ്ഞിനെ പോലത്തെ ഒരു ജീവി. പക്ഷേ അത് അണ്ണാൻ കുഞ്ഞല്ല കേട്ടോ, നമ്മുടെ കീരി വർഗത്തിൽപ്പെട്ട ഒരു ജീവിയായിരുന്നു. അതുപോലെ തന്നെ വീട്ടമ്മമാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അരിയാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറേ പേര് അത് നോക്കി തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മുന്നോട്ട് പോയപ്പോൾ ഇങ്ങനെ കുറേ പക്ഷികളെയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഗിനിക്കോഴി എന്നൊക്കെ പറയുന്ന ടർക്കി കോഴിയാണ് കേട്ടോ ഇത്.
കുറച്ച് ടർക്കി കോഴികളെ ഇവിടെ ഒരു കൂട്ടിലിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം ഞാൻ കണ്ടു കാണുന്നു. അതെന്തിനും ഇവിടെ കൊണ്ട് ഇട്ടു എന്നറിയില്ല. പെറ്റ് ഷോ എന്ന് പറഞ്ഞ് കൊണ്ടിട്ടേക്കായിരിക്കും. അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ച് പോയപ്പോൾ അവിടെ അക്വ പെറ്റ് ഷോ എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിന് പ്രത്യേകം ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഞാൻ കുറച്ച് നേരം നോക്കിയൊക്കെ നടന്നുവെങ്കിലും അതിൻ്റെ ഉള്ളിലൊന്നും കയറാൻ പോയില്ല. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഫോട്ടോ സെക്ഷനായിട്ട് നമുക്ക് ഈ മൃഗങ്ങളെയൊക്കെ കയ്യിൽ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. വീട്ടിൽ വളർത്താൻ പറ്റിയ ജീവികളാണെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കിതൊക്കെ കാണുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുന്നു. പക്ഷേ ആളുകൾക്ക് ഇതെല്ലാം തൊട്ട് നോക്കാനും കയ്യിലെടുത്ത് വെച്ചിട്ട് ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ള ആവേശത്തിലും സന്തോഷത്തിലും ഒക്കെ ആയിരുന്നു അവർ. അപ്പം ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നമുക്ക് ഇതേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഇവിടെ പറ്റുമായിരുന്നു. അക്വേറിയം മീനുകളുണ്ടായിരുന്നു, അലങ്കാരം പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ സമയം രാത്രി 10:30 ആയിട്ടുണ്ട്. അവിടെ ഫുഡ് സ്റ്റോളിൽ നമ്മൾ ഫുഡ് വാങ്ങിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കണ്ടത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചന്ദ്രഗ്രഹണം നടക്കുകയായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാഴ്ച കണ്ട് അതിശയിച്ച്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വ്യക്തമായിട്ട് കാണുന്നത് ചന്ദ്രഗ്രഹണം. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് നടന്നപ്പോൾ നമ്മൾ വീണ്ടും ഈ കൊട്ടാരത്തിൻ്റെ മുന്നിൽ തന്നെയാണ് എത്തിയിട്ടുള്ളത്. ഞാൻ സാധാരണ ഇതുപോലെ തിരക്കുള്ള സ്ഥലങ്ങളിലുള്ള ഫുഡ് സ്റ്റാളിൽ നിന്ന് ആഹാരമൊക്കെ വാങ്ങാറുണ്ടെങ്കിലും ഇത്തവണ എനിക്കിവിടെ നിന്ന് വാങ്ങിയൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഭയങ്കര വിലയും കൂടുതലായിരുന്നു, അതുപോലെ തന്നെ ക്വാളിറ്റിയും കുറവായിരുന്നു, രുചിയും ഇല്ലായിരുന്നു, ക്വാണ്ടിറ്റിയും വളരെ കുറച്ചാണ് നമുക്ക് തന്നത്. അപ്പോൾ ആ കൊടുത്ത വിലയ്ക്കനുസരിച്ചുള്ള ഫുഡ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അവിടെ നിന്ന് മുന്നോട്ട് കടന്നപ്പോഴാണ് ഈ വൈക്കോൽ കൂന കണ്ടത്. ശരിക്കും ഇത്തവണത്തെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു ഈ ഒരു വൈക്കോൽ കൂന. അതിവിടെ പഴയ കാലത്ത് ഇതിനൊക്കെ ഓർമ്മയൊക്കെ നമുക്ക് വരുന്ന രീതിയിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊരു പസിൽ പോലെയാണ് കേട്ടോ. അതിൻ്റെ അകത്തൂടെ ആളുകൾക്കൊക്കെ നടന്നു പോയി വഴി കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ പക്ഷേ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് ആരും അതിൻ്റെ അകത്ത് കയറി വഴി തെറ്റിയിട്ടൊന്നുമില്ല. വഴി തെറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് കയറിയിട്ടില്ല ആരും. എന്തായാലും തിരുവനന്തപുരം നഗരത്തിലെ ഓണാഘോഷ പരിപാടികളോടനുബന്ധിച്ച് നടന്ന ലൈറ്റ് ഷോയും പ്രോഗ്രാംസും ഒക്കെ ഇതൊക്കെയായിരുന്നു. എനിക്ക് പ്രോഗ്രാമുകളൊന്നും അങ്ങനെ വലുതായിട്ട് കാണാൻ പറ്റിയില്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിനേക്കാളും ഉൾപ്രദേശങ്ങളിലോട്ടുള്ള ഗ്രാമപ്രദേശങ്ങളിലൊക്കെയാണ് കുറച്ചുകൂടി ഓണത്തിൻ്റേതായിട്ടുള്ള പരിപാടികളൊക്കെ നടക്കുന്നത് എനിക്ക് തോന്നുന്നു. അത്തപ്പൂക്കള മത്സരവും ഓണക്കളികളും അങ്ങനെ പല പരിപാടികളും നടക്കുന്നത്. പ്രത്യേകിച്ച് നെയ്യാറ്റിൻകര ഭാഗത്തൊക്കെയാണ് നെയ്യാർ മേള, കാട്ടാക്കട ഭാഗത്തൊക്കെ ആണെങ്കിൽ നെയ്യാർ ഡാമിൻ്റെ പരിസരത്തുമൊക്കെ നല്ല പോലെ പരിപാടികൾ നടത്താറുണ്ട്. എനിക്ക് ഇവിടെ സിറ്റിയിലുള്ളതിനേക്കാളും കുറച്ചുകൂടെ രസമായിട്ട് തോന്നിയത് അതൊക്കെയായിരുന്നു. പണ്ട് ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ ഇത്തവണ എനിക്ക് അധികം യാത്ര ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടില്ല ഓണം സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കനകക്കുന്നിലെ തിരുവനന്തപുരം കാഴ്ചകൾ മാത്രമായിട്ട് ഒതുക്കിയത്. പല പ്രായത്തിലുള്ള ആളുകളും ഈ രാത്രിയിൽ ഈ ഓണാഘോഷ പരിപാടികളെല്ലാം കാണാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നേരിട്ട് വന്ന് ഇതൊന്നും കാണാൻ കഴിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ വർഷത്തെ തിരുവനന്തപുരം നഗരത്തിലെ ഓണാഘോഷ കാഴ്ചകളൊക്കെ കണ്ട് ഞാനും ചേട്ടനും തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഈ വർഷത്തെ ഓണാഘോഷ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്, ബൈ.